നിങ്ങൾ ഈ വീഡിയോ പറഞ്ഞിട്ടില്ല, നിങ്ങൾ എടുക്കുന്ന ഷുഗറാണ് നിങ്ങളുടെ ബ്രെയിനിനെ സ്ലോ ആക്കുന്നത്. പിന്നെ മോഡറേറ്റ് ലെവൽ എടുക്കാന്ന് പറയുന്നത്, മോഡറേറ്റ് ലെവൽ നിങ്ങൾക്ക് എടുക്കാം. ഒരു നോർമൽ പേഴ്സൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് മോഡറേറ്റ് ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റും? ഒരിക്കലും ഇല്ല. കാരണം ഒരിക്കലും നിങ്ങൾക്ക് ബോഡി ബിൽഡേഴ്സിന് പോലെ അളന്ന് മുറിച്ച് കഴിക്കാൻ പറ്റില്ല. അവർ കഴിക്കുന്നുണ്ടല്ലേ 100 ഗ്രാം 150 ഗ്രാം 200 ഗ്രാം അളന്ന് കഴിക്കുന്നത്. അപ്പോൾ പല ഫുഡിനും അവർ സ്പൈസസ് യൂസ് ചെയ്യാറില്ല. വെറും ചോറും പുഴുങ്ങിയ ചിക്കനും അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതൊന്നും നോർമൽ പേഴ്സൺ നടക്കില്ല. നിങ്ങൾ കല്യാണത്തിന് പോയി സദ്യ ഒന്നാണ്, വളരെ മോഡറേറ്റ് ലെവലാണോ കഴിക്കുക. നിങ്ങൾ ഹോട്ടലിൽ കയറി പൈസ കൊടുത്ത് നിങ്ങൾ ഫുഡ് കഴിക്കുകയാണ്, വളരെ മോഡറേറ്റ് ലെവലാണോ കഴിക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ മോഡറേറ്റ് ലെവലാണോ കഴിക്കുക? അല്ല. പിന്നെ പറയുന്നത് ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് ലോസോ ഫാറ്റ് ലോസിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ശരീരം ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ PCOD ഉള്ള ഒരാൾ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ എന്താ പറയുക? നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറയ്ക്കണം. നിങ്ങൾ ഡയബറ്റീസ് ഉള്ള ഒരാൾ ഡോക്ടറെ അടുത്ത് പോയി എന്താ പറയുക? നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം. നിങ്ങൾക്ക് BP ഉണ്ട്, ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ എന്താ പറയുക? നിങ്ങൾ കാർബ്സ് അടങ്ങിയ ഭക്ഷണം കുറയ്ക്കണം. നിങ്ങൾക്ക് പൊണ്ണത്തടി ഒബേസിറ്റി ഉണ്ടെങ്കിൽ എന്താ ഡോക്ടർ പറയാം? നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം, നിങ്ങൾ ഫാറ്റ് മാക്സിമം കുറയ്ക്കണം എന്ന് പറയും. ഫാമിലി, ഒരു കുട്ടിയില്ലാത്ത ഫാമിലിക്ക് നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയി ഡോക്ടർ എന്താണ് നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ അല്ല, നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്. 60% ആൾക്കാർക്കും വെയിറ്റ് കൂടുന്നതിനുണ്ടാകുന്ന റീസൺ അതിനെന്താ ഡോക്ടർ പറയാം? നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം അല്ലേ? നിങ്ങളുടെ യൂറിക് ആസിഡ് കൂടാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് കാർബോഹൈഡ്രേറ്റും ഫ്രൂട്ട്സും ആണ്. നിങ്ങളുടെ ഫാറ്റ് ലിവർ കൂടാൻ വേണ്ടിയുള്ള റീസൺ നിങ്ങൾ എടുക്കുന്ന ഹൈ കാർബ്സ് ആണ്. അപ്പം മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ ഈ ഡോക്ടർമാർ എപ്പോഴും ടേബിൾ സ്പൂൺ ഷുഗറിന് മാത്രം എഗെയിൻസ്റ്റ് ആയിട്ട് പറയും. നിങ്ങൾ ടേബിൾ സ്പൂൺ ഷുഗർ എടുക്കുന്നത് ടേബിൾ സ്പൂൺ ഷുഗറാണ് വില്ലൻ. കാരണം നിങ്ങളെ കൊണ്ട് ടേബിൾ സ്പൂൺ ഷുഗറിന് ഒരു വില്ലൻ അവിടെ കാണിച്ചിട്ട് നിങ്ങളെ കൊണ്ട് കാർബോഹൈഡ്രേറ്റ് തീറ്റിപ്പിക്കുകയാണ്. എന്താ റീസൺ? ओल्ड स्कूल हो या न्यू स्कूल, सबके सिलेबस में एक सब्जेक्ट कॉमन होता है, प्रॉफिट. वो मेरा फेवरेट सब्जेक्ट. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡോക്ടർമാരെ തൻ്റെ അടുത്തോട് പറയുന്നത് കേട്ടോ, നിങ്ങൾ മാക്സിമം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, നിങ്ങൾ ഫാറ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ബോഡി ഫാറ്റ് കുറയ്ക്കുക, നിങ്ങൾ ഫാറ്റും പ്രോട്ടീനും എടുക്കുക, നിങ്ങളുടെ യൂറിക് ആസിഡ് കുറയ്ക്കുക, ഫാറ്റി ലിവർ കുറയ്ക്കുക, നിങ്ങളുടെ ഷുഗർ കുറയ്ക്കുക, പ്രഷർ കുറയ്ക്കുക എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തൻ്റെ അടുത്തോടെ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് വയർ നിറച്ചെടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഷുഗർ കുറയ്ക്കുക, പ്രഷർ കുറയ്ക്കുക, ഫാറ്റി ലിവർ കുറയ്ക്കുക, യൂറിക് ആസിഡ് കുറയ്ക്കുക എന്ന് പറയാൻ പറ്റുമോ? അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. യൂറിക് ആസിഡ് വരാൻ ഭക്ഷണമല്ല കാരണം, ആണ് ഭക്ഷണത്തിന് പ്രോട്ടീൻ അല്ല കാരണം. അതായത് ഈ പയറ് പരിപ്പ് അല്ലെങ്കിൽ നോൺ വെജ് അതല്ല, അമിതമായിട്ട് എടുക്കുന്ന ഗ്ലൂക്കോസ് കണ്ടന്റ് ആണ്. അതായത് ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട്, ചോറ്, ഈ പറയുന്ന ഇതിന്റെ അളവ് കൂടിയാൽ, അതേപോലെ തന്നെ കോൺ സിറപ്പുകൾ, ബേക്കറി ഐറ്റംസ്, സ്വീറ്റ് ഐറ്റംസ്, മദ്യം, ഇതൊക്കെ വളരെ ഹൈ ആയിട്ട് യൂറിക് ആസിഡ് കൂട്ടുന്നത്. അത് യൂറിക് ആസിഡ് ഡയറക്റ്റ് അല്ല, ഇത് ഫാറ്റ് ലിവർ കൂട്ടും. ഫാറ്റ് ഞാൻ എപ്പോഴും എന്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇറച്ചി മീൻ മുട്ട കഴിക്കുക, എന്നിട്ട് ഗുളിയും കൂടെ കഴിക്കും, യൂറിക് ആസിഡ് ഗുളി കഴിക്കും, എന്നിട്ട് മറ്റ് സാധനങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറച്ച് ഫാറ്റ് ലിവറും കുറച്ച് എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ യൂറിക് ആസിഡ് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണ്. രക്തങ്ങളുടെ ബ്ലോക്ക് ഉണ്ടാക്കും, ജോയിൻസിനോട് ഡെപ്പോസിറ്റ് ആവും, ഇങ്ങനെ ഉരുണ്ട് തടിച്ച് വരുന്ന രീതിയിലേക്ക് വരും, കിതപ്പുണ്ടാകും, ഉദാഹരണ പ്രശ്നങ്ങൾ തുടങ്ങും. പല രീതിയിൽ പ്രശ്നമാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. നിസ്സാര സംഭവമല്ല. നമ്മൾ ആകെ വേദന മാത്രമേ മൈൻഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഫാറ്റ് ലിവർ ആണ് കൾപ്രിറ്റ്, കാർബോഹൈഡ്രേറ്റ് ആണ് കൾപ്രിറ്റ്, അല്ലാതെ പാവം ഇറച്ചി മീൻ മുട്ടയൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് കാലറി കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമായി. ഹൈയസ്റ്റ് കാലറി ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഫാറ്റിനാണ്. പിന്നെയാണ് നമ്മൾ ഈ പറയുന്ന കാർബ്സിനും പ്രോട്ടീനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഫാറ്റാണ്. നല്ല കാലറി ഫാറ്റ് കഴിക്കണം. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കുറയ്ക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആകുന്ന കാര്യങ്ങളാണ്. ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആകുന്നതാണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതായത് അരി, ഗോതമ്പ്, കിഴങ്ങുവർഗ്ഗങ്ങൾ, മധുരം, ബേക്കറി, പിന്നെ മദ്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാറ്റായിട്ട് കൺവേർട്ട് ആകുന്നത്. അപ്പോൾ ഇത് മൊത്തം ലിവറിനകത്ത് അടിഞ്ഞുകൂടും, രക്തത്തിൽ അടിഞ്ഞുകൂടും, അതേപോലെ സ്കിന്നിന് താഴെ അടിഞ്ഞുകൂടും, അതായത് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയും, വിസറൽ ഫാറ്റ് ഓർഗൻസിന് ചുറ്റും അടിഞ്ഞുകൂടും. ഇതൊക്കെ അടിഞ്ഞുകൂടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കാലറി കുറയ്ക്കുകയല്ല, കാർബോഹൈഡ്രേറ്റ് ആണ് കുറയ്ക്കേണ്ടത്. അപ്പം കാലറി നല്ല അളവിൽ കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഈ കാലറി ബോഡിയിലേക്ക് എത്തി കഴിയുമ്പോൾ അത് ഡാമേജ് ഉണ്ടാക്കുന്നത്. പ്രത്യേക ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ് ഉണ്ട്. ഈ ഫ്രൈഡ് ചിക്കൻ നമ്മൾ ഭയങ്കര ടേസ്റ്റിന് കഴിക്കും. അത് ചിക്കന് വേണ്ടിയിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. അതിന്റെ മേലെ ഒരു മുരുമുരുന്ന സാധനം, അതിൽ കോൺഫ്ലോർ ഉണ്ട്, അത് ഹൈ കാർബ്സ് ആണ്. അതാണ് ടേസ്റ്റ്. നൗ യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു നോൺ വെജിറ്റേറിയൻ കഴിച്ചാലാണ് വണ്ണം വെക്കുന്നത്. നോൺ വെജിറ്റേറിയൻ ഒപ്പം കഴിക്കുന്ന സാധനമാണ് വണ്ണം വെക്കുന്നത്. പ്യോർ മീറ്റ് ആയിട്ട് ആർക്കും കൊടുത്താൽ ആരും കഴിക്കാൻ പറ്റില്ല. എത്ര നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല, ഒരു നേരം കഴിക്കില്ല, പിന്നെ സാധനം കഴിക്കില്ല. സോ ആ കോൺസെപ്റ്റ്, ആ ഡയറ്റിന്റെ ഒരു വലിയൊരു കോൺസെപ്റ്റ്, നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ വണ്ണം വെക്കും. നോ, അങ്ങനെയല്ല. അത് നോൺ വെജിറ്റേറിയൻ അല്ല അവിടുത്തെ പ്രശ്നം. അവിടുത്തെ പ്രശ്നം മറ്റേതാണ്. നമ്മൾ ബിരിയാണി, ഫുൾ ബിരിയാണി തിന്നും, പൊറോട്ട തിന്നും, പിന്നെ അതിന്റെ പാപ്പ. ആ സമയം ഏറ്റവും വണ്ണം കുറയുന്നതാണ് സിംഹം, പുലി, ചെന്നായി, ഇതൊക്കെ വണ്ണം കുറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അവർ കഴിക്കുന്നത് ഒന്നിലും ഫാറ്റ് കഴിക്കും, അല്ലെങ്കിൽ പ്രോട്ടീൻ, മൃഗത്തിൽ നല്ല കിട്ടുന്നത്. ഇത് രണ്ടും ശരീരത്തിൽ, അതായത് നമ്മളും ഈ മൃഗങ്ങളും തമ്മിൽ ഫിസിയോളജിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം ഹോർമോൺസും സെയിം കാര്യങ്ങൾ കണക്ട് ചെയ്യും. അപ്പോൾ ഇവരിത് കഴിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിൽ വളരെ കുറച്ച് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് മുഴുവൻ ശരീരത്തിലേക്ക് ഈ ഫാറ്റ് ഇതെല്ലാം ഉപയോഗിച്ച് തീർക്കുന്നു. ഇതിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അതായത് എന്ത് ഭക്ഷണത്തിനും ഫാറ്റ് കൺവേർട്ട് ചെയ്യും ഹൈപ്പർ ഇൻസുലിനെ വേണം. ഈ ഇൻസുലിനെ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലാണ്. ഫാറ്റ് കഴിച്ചാലോ പ്രോട്ടീൻ കഴിച്ചാലോ അത്രയും ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ കൂടില്ല. ഇത്രയും ഡയാലിസിസ് വരാൻ, കിഡ്നി പ്രശ്നം വരാൻ, ക്രിയാറ്റിൻ ലെവൽ കൂടാനും എന്നുള്ളതിനകത്ത് മെയിൻ കാരണമായിട്ട് വരുന്നത് പൊതുവെ പറയുന്നത് പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ടാണ്, ജിമ്മിൽ പോയിട്ട് പ്രോട്ടീൻ പൗഡർ അങ്ങനെ കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ എന്ന് പറയുന്നത് ഒരു 40% കാരണമേ ഉള്ളൂ. 60% കാരണം വരുന്നത് ഗ്ലൂക്കോസാണ്. ഇപ്പോൾ പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നെഫ്രോൺസിന്റെ ഡാമേജ് കിഡ്നിയിൽ. അത് വരാൻ കാരണം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കൂടുതൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ മധുര സാധനവും ചോറും കപ്പ ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിച്ച് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടി ഷുഗർ ഒക്കെ കൂട്ടി വെക്കുന്ന ആളുകളിൽ, ഷുഗർ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ കിഡ്നി ഡാമേജ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കല്ലിടുമ്പോൾ, അതായത് പ്രോട്ടീൻ കഴിക്കും, ആ പ്രോട്ടീൻ പോകും.